ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം നേരത്തെ വന്നു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ആ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കുക എന്ന ഒരു ജോലിയാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത്. റയലിനോടൊപ്പം ലാലിഗയിൽ ഒരു അവസാനത്തെ മത്സരം കളിക്കാനുണ്ട്. അതിനുശേഷം ഒരു ഗംഭീരമായ യാത്രയപ്പ് തന്നെ ഈ പരിശീലകന് റയൽ മാഡ്രിഡ് നൽകും. അതിനുശേഷമാണ് ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് ആഞ്ചലോട്ടി എത്തുക. എങ്ങനെയാണ് പ്ലാനുകൾ? അത് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് വരുന്ന 25-ാം തീയതി ഞായറാഴ്ച രാവിലെയാണ് ആഞ്ചലോട്ടി ബ്രസീലിന്റെ തലസ്ഥാനമായ റിയോ ഡി ജനീറോയിലേക്ക് ട്രാവൽ ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ അദ്ദേഹം എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തന്നെയാണ് CBFന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, എഡ്നാൾഡോ റോഡ്രിഗസിനെ പുറത്താക്കിയിട്ടുണ്ട്. പകരം പുതിയ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡുമായി കോൺഫെഡറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചുകൊണ്ട് ആഞ്ചലോട്ടി പിന്നീട് ഒരു കൂടിക്കാഴ്ച നടത്തും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഡയറക്ടർമാരുമായി ഈ പരിശീലകൻ ആദ്യത്തെ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷമാണ് ഈ പരിശീലകന്റെ പ്രസ് കോൺഫറൻസ് വരുന്നത്. അതായത് തിങ്കളാഴ്ചയാണ് പ്രസ് കോൺഫറൻസ് നടക്കുക. അതോടൊപ്പം സ്ക്വാഡ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ജൂൺ മാസത്തിലെ മത്സരങ്ങൾക്കുള്ള ഫൈനൽ സ്ക്വാഡിനെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുക. ബ്രസീലിയൻ സമയം ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത് നടക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പ്ലാനുകൾ ഉള്ളത്. ഏതായാലും 26-ാം തീയതി നമുക്ക് ബ്രസീലിന്റെ സ്ക്വാഡ് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കാര്യം. ആഞ്ചലോട്ടി അദ്ദേഹത്തെ പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.